കുറച്ചധികം ദിവസമായി കുറച്ച് ബൊഗൈൻവില്ല മേടിച്ച് വെച്ചിട്ട്. പക്ഷെ അത് നടാനായിട്ട് മൺചട്ടികളോ അല്ലെങ്കിൽ കോൺക്രീറ്റ് ചട്ടിയോ മേടിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും ഡിലേ ആയത്. മൺചട്ടിയൊക്കെ മേടിക്കാൻ നോക്കിയപ്പോൾ നല്ല റേറ്റാണ് കേട്ടോ. പിന്നെ കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ റൂട്ടൊക്കെ അതിനകത്ത് തിക്കായി കഴിയുമ്പോൾ ചിലപ്പോൾ തനിയെ പൊട്ടിപ്പോകാനുള്ള ചാൻസും ഉണ്ട്. അതുപോലെ നമുക്കൊന്ന് റീപോർട്ട് ചെയ്യണമെങ്കിലും ഒക്കെ നല്ല ബുദ്ധിമുട്ടാണേ. ഇന്ന് ഇവിടെ വെച്ചിട്ട് അങ്ങ് റിപ്പോർട്ട് ചെയ്യാന്ന് വെച്ചിട്ടാണ് ചട്ടികളും ചെടികളും എല്ലാം പറക്കി ഇവിടെ വെച്ചതേ. എല്ലാം അവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോഴത്തേനും നല്ല വെയിലാണ്. അവിടെ ഇരുന്ന് ചെയ്യണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇതെല്ലാം പറക്കി നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് മാറ്റണമെന്ന് ഞാൻ ഇക്കടുത്ത് പറയുകയാണ്. എന്നെ ഒന്നുകൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യണേ എന്ന്. ഇക്കയും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടാണ് ഈ ചട്ടികളെല്ലാം പറക്കി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ ഒരു ചട്ടിക്ക് 60 രൂപയാണേ. ഇനി നമുക്ക് ഇതിനെല്ലാം മാറ്റി ഇപ്പോഴത്തെ നമ്മുടെ സ്ഥിരം ലൊക്കേഷനായ കുറച്ച് തണലുള്ള നമ്മുടെ ആ വൈറ്റ് കോർണറിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ആദ്യം ഞാൻ 2 പോട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതുപോലെ 2 ചെടിയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ചെടി നടാൻ ആവശ്യമായ ഓരോ സാധനങ്ങളും നമുക്ക് ഇവിടെ എത്തിക്കണം. പതിവ് പോലെ ഞാൻ ഈ ബോഗൻവില്ലയും കരിയിലയിലാണ് നടാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ച് മണ്ണ് മാത്രമേ എടുത്തിട്ടുള്ളേ. ഒരുപാട് മണ്ണൊക്കെ ഈ ഉണക്ക് സമയമായതുകൊണ്ട് കുത്തിക്കളച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഏറ്റവും അടിഭാഗത്ത് ഞാൻ കരിക്കട്ട കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കരിയില ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവേ. കരിയിലേക്ക് എന്തായാലും നല്ല ചിലവാണ് കേട്ടോ. പിന്നെ വലിയ ക്ഷാമം ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല. നമ്മൾ കരിയിലയിൽ മാത്രം നട്ടിട്ടുള്ള നമ്മുടെ പയറും മുളകും ഒക്കെ ചെറുതായിട്ട് കാച്ചു തുടങ്ങിയിട്ടുണ്ടേ. നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കണമുണ്ട്. അപ്പോൾ എന്തായാലും ചെടികളും ഇതിൽ നടുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കുറച്ച് നമ്മുടെ ഡയാന്തസ് അല്ല, നമ്മുടെ ഡെയ്സി പ്ലാന്റ് ഞാൻ റിപ്പോർട്ട് ചെയ്തതൊക്കെ കരിയിലയിൽ മാത്രമായിരുന്നേ. അവരൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഈ ചാക്കിൽ നമ്മുടെ കമ്പോസ്റ്റാണ്, മണ്ണിര കമ്പോസ്റ്റ്. പെട്ടെന്നാണല്ലോ ഇന്ന് ഈ വള്ളി പൊട്ടിച്ചെടുത്തത്. എനിക്കിത് പൊട്ടിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. മിക്കവാറും ഒന്നും എനിക്കത് സക്സസ് ആയി കിട്ടാറില്ല. ഇന്ന് പക്ഷേ എന്തായാലും റെഡിയായി കിട്ടിയിട്ടുണ്ടേ. ഈ കമ്പോസ്റ്റ് പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് അത്ര അങ്ങോട്ട് ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നിയില്ല. കൃഷിഭവനിൽ നിന്ന് 300 രൂപ പേ ചെയ്തിട്ട് നമ്മൾ കുറച്ച് തൈകളും അതുപോലെ കുറച്ച് ഫെർട്ടിലൈസേഴ്സും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അതിൻ്റെ കൂട്ടത്തിൽ കിട്ടിയ മണ്ണിര കമ്പോസ്റ്റ് നല്ല മണ്ണിര കമ്പോസ്റ്റ് ആയിരുന്നു. അത് കുറച്ച് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ പച്ചക്കറികൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് 1 വീക്കിനുള്ളിൽ വരുന്നത് കാണാം. അതുപോലെ ഞാൻ ചെടികൾക്ക് ഇട്ട് പരീക്ഷിച്ചിട്ടുണ്ട്. നമ്മുടെ യെസ്റ്റർഡേ ടുഡേ ടുമാറോ പ്ലാന്റിനും ലോറോപെറ്റലത്തിനും ഒക്കെ ഇടയ്ക്ക് അതായിരുന്നു ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നെ ഞാൻ കൃഷിഭവനിലൊക്കെ തന്നെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ എപ്പോഴും അത് അവൈലബിൾ അല്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഒരു ഫെർട്ടിലൈസറിൻ്റെ ഷോപ്പിൽ നിന്ന് ഇത് മേടിച്ചത്. പക്ഷേ ഇത് ചാണകപ്പൊടിയും മണ്ണും കൂടിയുള്ള മിക്സ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇനി ഇതിൻ്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടാകുമെന്ന് ഇതൊക്കെ നട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. നട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് അതിൻ്റെ ഗ്രോത്ത് കണ്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പം ഞാൻ കുറച്ച് കമ്പോസ്റ്റ് എന്തായാലും 2 ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മണ്ണും കുറച്ച് ചാണകപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് ഇട്ട് കൊടുത്താലും മതി. ഇനി നമുക്ക് ഇതിനെ ബൊഗൻവില്ല അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ്. ഇതിനെ നമുക്ക് ആ ചട്ടിയിൽ നിന്ന് ഒന്ന് ഇളക്കിയെടുക്കണം. അവിടെ നിന്നിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റാത്തത് കാരണം എനിക്ക് കൊരണ്ടി എടുത്തുകൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത് ഇളക്കിയെടുക്കാൻ നേരത്ത് വീണ്ടും കൊരണ്ടിയിൽ നിന്ന് എണ്ണീക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ നല്ല ഈസി ആയിട്ട് ഇളകി വന്നിട്ടുണ്ടായിരുന്നേ. ഇനി വീണ്ടും ഞാൻ അതിൻ്റെ മുകളിൽ കരിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. മണ്ണൊന്നും ഒരുപാട് കളഞ്ഞിട്ടില്ല കേട്ടോ, കാരണം നല്ല ലൂസായിട്ടുള്ള പോട്ടി മിക്സാണ്. കുമാർ നഴ്സറിയിൽ നിന്ന് മേടിച്ച പ്ലാന്റ് ആണേ. അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റ് ആയിരുന്നു. ഇനി ഈ കോൺക്രീറ്റ് ചട്ടി എടുത്ത് നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. അതാണ് ബുദ്ധിമുട്ട് കേട്ടോ. നമുക്ക് പ്ലാസ്റ്റിക് ചട്ടി എടുത്ത് ഹാൻഡിൽ ചെയ്യുന്നത് പോലെ ഈ കോൺക്രീറ്റ് ചട്ടി എടുത്ത് മാറ്റി വെക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത പ്ലാന്റ് കൂടി ഒന്ന് റിപ്പോർട്ട് ചെയ്യാം. ആ പ്ലാന്റ് എടുത്തപ്പോൾ അതിനകത്ത് വലിയൊരു കഷ്ണം കല്ലുണ്ടായിരുന്നു. അത് ഞാനങ്ങ് എടുത്ത് മാറ്റിയിട്ടുണ്ടേ. ഇനി നമുക്ക് പതുക്കെ ഇതിനെ അതിൽ നിന്നൊന്ന് ഇളക്കിയെടുക്കാം. ആദ്യത്തെ പ്ലാന്റ് ഈസി ആയിട്ട് ഇളക്കിയെടുത്തതുപോലെ ഇതിനെ അതിനകത്ത് നിന്ന് ഒന്ന് റിമൂവ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നേ. ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും ഇക്കടെ ഹെൽപ്പ് തേടുക തന്നെ. അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നേ. പതുക്കെ ഞാൻ ആ പോട്ടും കൊണ്ട് അങ്ങോട്ട് പോയി ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ അതൊന്ന് റെഡിയാക്കി തന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പോട്ടിലേക്ക് വെച്ച് കൊടുക്കാവേ. എന്നിട്ട് കരിയില തന്നെ ഇട്ട് കൊടുക്കാം. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണാൻ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു ഏരിയ എനിക്കിപ്പോൾ വലിയ ഇഷ്ടമുള്ളൊരു ഏരിയയാണ്. ഇവിടെ കുറച്ചുകൂടെയൊക്കെ ചേഞ്ചസ് കൊണ്ടുവരണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പതിയെ നമുക്ക് ഓരോന്നും ചെയ്യാൻ കേട്ടോ. ആ വെയിലിൻ്റെ സൺലൈറ്റിൻ്റെ ചേഞ്ചസ് അനുസരിച്ച് അവിടുത്തെ ആ വിഷ്വൽസിനും കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്.
ഈ ബൊഗൈൻ വില്ലാസൊക്കെ ഏതൊക്കെ കളേഴ്സ് ആണെന്ന് ചോദിച്ചാൽ എനിക്കും കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. അവിടെ ഉള്ളവർക്കും കൃത്യമായിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഫ്ലവർ ആകുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. നല്ല ഓറഞ്ച് കളർ ബൊഗൈൻ വില്ല ഉണ്ടല്ലോ, എന്താണ് അതിൻ്റെ പേര് പറയാന്ന് വെച്ചാൽ ഇപ്പം ഞാൻ മറന്നുപോയി. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ആ വെറൈറ്റി വേണമെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ സ്റ്റാഫുകൾ പരതി എടുത്തു തന്നതാണ് ഇതിനിപ്പോൾ ആ കളറാണോ അതോ വേറെ ഏതെങ്കിലും കളറാണോ എന്നൊക്കെ ഫ്ലവർ ആയാലേ അറിയുള്ളൂ. ഇനിയിപ്പോൾ ഏത് കളറായാലും ഇങ്ങനെ ഫ്ലവർ ചെയ്ത് വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കുമല്ലോ അല്ലേ. എല്ലാം അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന 2 ബൊഗൈൻ വില്ലാസും ഞാൻ എടുത്തുകൊണ്ട് വന്ന് കട്ട് ചെയ്ത് അതുപോലെ തന്നെ കമ്പോസ്റ്റും വളവും ഒക്കെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തുകൊണ്ട് വന്ന സാധനങ്ങളെല്ലാം തിരിച്ചു കൊണ്ടുവെക്കണം. ഇപ്പോൾ മിക്ക വീടുകളിലും ബൊഗൈൻ വില്ലാസ് മതിലിൻ്റെ മുകളിലൊക്കെ ഇതുപോലെ ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന കാണുമ്പോൾ നല്ല ഭംഗിയാണ്. അടുത്ത സീസണിലെങ്കിലും നമുക്ക് അതുപോലെ ഫ്ലവർ ചെയ്യിപ്പിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. നമുക്ക് ഈ ബൊഗൈൻ വില്ല വെക്കാൻ കൃത്യമായ ഒരു സ്പേസ് ഇല്ലാത്തതാണ് ഞാൻ ഇതുവരെയും ഇതുപോലെ ഒത്തിരി ബൊഗൈൻ വില്ലാസ് മേടിക്കാതിരുന്നത്. ഇനി എന്തായാലും എല്ലാത്തിനും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 ദിവസം ഈ ഷെയ്ഡിൽ തന്നെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് ഇതിനെ വെക്കാൻ ഉദ്ദേശിക്കുന്ന ഏരിയയിലേക്ക് മാറ്റി വെക്കണം. അത് ഇനി അടുത്തൊരു ദിവസം കാണിക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കില്ലല്ലോ അല്ലേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.